കോഴിക്കോട് നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കുന്നമംഗലം. പേരിന് പിന്നിൽ മുൻപ് MLAയുടെ പരിമിതമായ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ ചെറിയ വികസന പദ്ധതികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി കിഫ്ബി പദ്ധതിയിലൂടെ വികസന രംഗത്ത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതാണ് അവകാശവാദം. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. ഇനിയും 1-2 പദ്ധതികൾ നമ്മുടെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുന്നമംഗലത്തിന് ഒരു ബൈപ്പാസ്, അതിൻ്റെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒളവണ്ണ പഞ്ചായത്തിൽ നിന്ന് മാത്രയിൽ നിന്ന് ഒരു റോഡ് നമ്മൾ കുറ്റിക്കാട്ടൂർ വരെ കൊണ്ടുവരുന്നുണ്ട്. താമരശ്ശേരി മുതൽ ലാശ്ശേരി, ബരിറ്റാക്ക്, പെരിങ്ങളം, നെന്മാ റോഡാണ്. ഈ റോഡ് ഇവിടെ പൂർത്തീകരിക്കുന്നതോടുകൂടി കുന്നമംഗലവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കുന്നാലങ്ങാടിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനമാവുന്ന ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ റോഡ് കൊണ്ട് വളരെ യാത്രാ സൗകര്യം ഉണ്ടാകുന്ന ഒരു റോഡാണ്. അത്രയും നല്ല വികസനം ഇപ്പം MLA ഈ MLA ഇവിടെ ജനവിധി നേടിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുകയും ഈ റോഡിൻ്റെ ശോചനാവസ്ഥ അദ്ദേഹത്തോട് അവതരിപ്പിക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ കിഫ്ബി ഫണ്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും 36 കോടി രൂപ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഭരണാനുമതി വാങ്ങിത്തരുകയും ചെയ്തു. അതിൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ 2 സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ 10 മീറ്റർ ഉണ്ട്, എന്നാലും 6 മീറ്റർ, 6:20, 6:40 ഒക്കെ ആയിരുന്നു ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം അത് 8 മീറ്റർ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മാർച്ചോട് കൂടി ഇതിൻ്റെ വർക്കുകൾ തീരുന്നതോടുകൂടി കുന്നമംഗലത്തെ ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ കുറയും എന്നാണ് എനിക്ക് ഈ റോഡിൻ്റെ കൺവീനർ എന്നതിൽ പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇതിൻ്റെ അങ്ങേ ഭാഗം കിടക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ഇവിടുന്ന് ഈ പാലം വരുന്നതോടുകൂടി കോഴിക്കോട് എയർപോർട്ട് അതേപോലെ മലപ്പുറം ജില്ലയിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. 18 വർഷത്തോളമായി ഈ പ്രദേശത്തുള്ള ആളുകൾ, അതുപോലെ ഞങ്ങൾ ഈ ചാത്തമംഗലം പഞ്ചായത്തിലുള്ള ആളുകൾ, അപ്പുറത്ത് വാഴക്കാട് പഞ്ചായത്തിലുള്ള ആളുകൾക്ക് നിരന്തരമായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ജനകീയ MLA അഡ്വക്കേറ്റ് PT റഹീം അവരുകളാണ്. ഇത് വരുന്നതോടുകൂടി ഇപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നത് വളഞ്ഞു ചുറ്റി അതിനെങ്ങനെ ഊർക്കടവ് പാലം കടന്നിട്ടോ അല്ലെങ്കിൽ ഇതിനെങ്ങനെ എടശ്ശേരിക്കടവ് പാലം കടന്നിട്ടോ ആണ് എയർപോർട്ടിലേക്കൊക്കെ പോകുന്നത്. ഇത് വരുന്ന അതൊരു 10-20 കിലോമീറ്റർ ഉണ്ടാവും. ഇത് വരുന്നതോടുകൂടി